നമുക്കിപ്പം ഒരു വാഹനം എടുക്കാൻ പേടിയൊക്കെയാണ് പലർക്കും ഒരു വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന സമയത്ത്. ഇപ്പൊ നമുക്ക് ഇങ്ങോട്ടൊരു കാർ പാർക്കിങ്ങിനൊക്കെ നമുക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ ഒരു ഭാഗത്തേക്ക് ആയതുകൊണ്ട് നമുക്കിപ്പോ ആ ഒരു ഭാഗം തന്നെ ചേർത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ ഈ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് മാറ്റി പതുക്കെ എടുത്തിട്ട് ക്ലച്ച് നിന്ന് എടുത്തുകൊണ്ട് ഓടാതെ വരിക. ഓടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ കണ്ട. അപ്പൊ എന്നാൽ മാത്രം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൃത്യമായിട്ട് ഈ രണ്ട് സൈഡും കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യാം, നിങ്ങൾ സ്വല്പം നിർത്തുക. നിങ്ങൾ ഈ റൈറ്റ് സൈഡിലോട്ട് നോക്കി, എന്നിട്ട് അവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ പതിയെ കയറണം. എന്നിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ കയറി കിടക്കണം. ഈ ഒരു സ്ലോപ്പ് ഉണ്ട് ചെറുതായിട്ട്, ഈ സ്ലോപ്പുള്ള ബ്രേക്കാണ് പതിയെ എടുക്കുന്നത്, ക്ലച്ചിന് എടുക്കാൻ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് പ്രായഭേദം തന്നെ എത്ര പ്രായമുള്ളവർക്കാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലെ ഒരു വാഹനം നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാ സ്ഥലം ഏതാ? നല്ല ഏതാ ജില്ല? പാലക്കാട്, പട്ടാമ്പി അല്ലേ? എത്ര വയസ്സുണ്ട് ഇപ്പൊ? എത്ര വയസ്സുണ്ട്? എനിക്കോ? 79 വയസ്സുള്ള ഈ അമ്മച്ചിക്ക് എന്താ പറയണമെന്ന് അറിയില്ല. അമ്മച്ചി എന്ന് പറയണോ, ആന്റി എന്ന് പറയണോ, മേഡം എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. അമ്മച്ചിക്ക് വണ്ടി ഓടിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വണ്ടി ഓടിച്ചു? അതേപോലെ തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്തിറങ്ങുക. നമുക്ക് ഈ ഒരു മൂല ഭാഗം വന്നു കഴിയുമ്പോഴത്തേന് അവിടെ നിർത്തിക്കൊണ്ട് ഈ റൈറ്റ് തിരിച്ചതിന് ശേഷം നമ്മൾ പതിയെ എന്ത് ചെയ്യാം, ഈ മൂല ഇറങ്ങി പോകരുത്. അപ്പം ഇറങ്ങി പോയിട്ട് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ ഈ സൈഡ് തട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെൻട്രലിലൊക്കെ ആണെങ്കിൽ ഈ സൈഡ് ഇറങ്ങി വരുമ്പോൾ തട്ടും. അപ്പൊ ആ ഒരു മൂലയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഇറങ്ങി വരുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് തട്ടാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇറങ്ങി വരാം. കണ്ട, അപ്പൊ രണ്ട് സൈഡും തട്ടാതെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു വാഹനം എന്ത് ചെയ്യാം, പാർക്ക് ചെയ്തിട്ട് എടുക്കാനും നമുക്ക് കഴിയും. കണ്ടല്ലേ, കൃത്യമായിട്ട് ക്ലച്ചുള്ള വണ്ടിയാണ് കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്ത് പ്രാക്ടീസിന് പോയതല്ല എന്ന്. ഇത് തന്നെ തെളിവാണ്. ഈ 79 വയസ്സുള്ള ആൾ വണ്ടി ഓടിക്കുക, നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ ജില്ല ഏതാണ് കരുതണ്ട. പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, എന്റെ ജില്ലയിൽ വരും, എന്റെ ജില്ലയിൽ വരും. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലയുടെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും.